ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുന്നവർക്ക് നൽകുന്ന വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തണമെന്ന് മുഖ്യമന്ത്രി. കടകളിൽ വിൽക്കുന്ന ഭക്ഷണവും കേടില്ലാത്തതാണെന്ന് ഉറപ്പുവരുത്തണമെന്നും പൊങ്കാല അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ഈ മാസം 13-നാണ് ആറ്റുകാൽ പൊങ്കാല. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് മേഘന മുരളിയാണ്. മേഘു, ഞങ്ങൾക്കിവിടെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്, പക്ഷേ മേഘു അവിടെ തകർക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് ഈവനിങ്. ക്രിസ്റ്റീന, സ്മിത, പ്രവിത ഇവിടെ ഗംഭീരമാണ്. ഇവിടെ ഒരു ആറ്റുകാല പൊങ്കാല മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ, അത് തിരുവനന്തപുരം നഗരം ഒന്നാകെ ഇത്തരത്തിൽ ഈ ഒരു പൊങ്കാല മഹോത്സവത്തിനുള്ള ആഘോഷങ്ങളിലും അല്ലെങ്കിൽ അതിന്റെ ഒരുക്കങ്ങളിലും സജ്ജീകരണങ്ങളിലും ഒക്കെ തന്നെയാണ്. ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് ഇത്തരത്തിൽ പൊങ്കാല മഹോത്സവ ഒരുക്കങ്ങൾ വിലയിരുത്തി. അതിൽ പ്രധാനമായും മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ എല്ലാ മേഖലകളിലും, സർവ്വ മേഖലകളിലും, അത് ആരോഗ്യമായിക്കോട്ടെ, വൈദ്യുതി അടക്കമുള്ള ഫയർഫോഴ്സും മെഡിക്കൽ സജ്ജീകരണങ്ങളും, എത്തുന്ന വനിതകൾക്ക് കൃത്യമായിട്ടുള്ള താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നതിലടക്കം കൃത്യമായും ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് സജ്ജീകരണങ്ങൾ ഒരുക്കി കൊടുക്കാൻ ഉള്ള പദ്ധതികൾ സർക്കാരും ദേവസ്വം വകുപ്പും ഈ ക്ഷേത്രം ഭാരവാഹികളും ഒക്കെ ചേർന്ന് നടത്തിയിട്ടുണ്ട്. അത് അവസാന ഘട്ടത്തിലാണ് എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, നാളെയാണ് പൊങ്കാല മഹോത്സവത്തിന് കൊടിയേറുന്നത്. നാളെ മുതൽ ഇനി വരുന്ന ദിവസങ്ങൾ, അത് പൊങ്കാല അടുക്കുന്ന ദിവസം വരെ പൊങ്കാല മഹോത്സവ ദിവസങ്ങളാണ് ഇനി തിരുവനന്തപുരം നഗരത്തിൽ. അതുകൊണ്ട് തന്നെ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും സജ്ജമായി. അതിൽ പ്രധാനമായും പറയുന്നത്, ഈ പൊങ്കാല മഹോത്സവത്തിന് എത്തുന്നവർക്ക് നൽകുന്ന വെള്ളം ശുദ്ധമാണോ എന്ന് ഉറപ്പുവരുത്തണം. ഇതിനാവശ്യമായ പരിശോധന ശക്തമാക്കണം. കൂടാതെ ഈ കടകളിലും ഒക്കെ ഭക്ഷണങ്ങൾ വിൽക്കുന്നതും അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായ ഒരു പരിശോധന നടത്തി അതിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച വരുത്താതെ അല്ലെങ്കിൽ പരാതിയില്ലാത്ത ഒരു പൊങ്കാല മഹോത്സവ കാലം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത്. അങ്ങനെ തന്നെയാണ് VN വാസവൻ അടക്കമുള്ള മന്ത്രി GR അനിൽ അടക്കമുള്ള അവർ ചേർന്ന് നടത്തിയിട്ടുള്ള ഈ ഉന്നതതല യോഗത്തിലും പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഈ പൊങ്കാല മഹോത്സവം കഴിഞ്ഞതിന് ശേഷവുമുള്ള നടത്തേണ്ട ശുചീകരണ പ്രവർത്തനങ്ങൾ, കൂടാതെ പൊങ്കാല കുറ്റമറ്റ രീതിയിൽ നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. എന്തായാലും തിരുവനന്തപുരം നഗരം അതിനായി ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവരെയും തിരുവനന്തപുരം നഗരത്തിലേക്ക് ഇവിടുത്തെ ഭരണാധികാരികളും ക്ഷേത്രം ഭാരവാഹികളും ഒക്കെ ചേർന്ന് സ്വാഗതം ചെയ്യുകയാണ്. യെസ്, മേഘന മുരളി നമ്മളെയും ക്ഷണിക്കുകയാണ് അല്ലെ. ഇത്തവണ നമ്മൾ ആരെല്ലാമാണോ ഇവിടുന്ന് പോകുന്നത് അവർക്കെല്ലാം മേഘനയും കൂടെ ഉണ്ടാവും, എല്ലാ സപ്പോർട്ടുമായിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണത്. നാടും നഗരവും ഇങ്ങനെ ഉത്സവത്തിൻ്റെ ആഘോഷത്തിൻ്റെ ലഹരിയിൽ ഭക്തി സാന്ദ്രമാകുന്നത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. പകലില്ലാതെ നഗരം ഇങ്ങനെ നിറഞ്ഞിരിക്കും. എല്ലാ വീടുകളും ഇങ്ങനെ ആതിഥ്യമരുളും എന്നുള്ളതാണ് അവിടേക്ക് എത്തുന്നവർക്കായി. അതൊരു ബ്യൂട്ടിഫുൾ കാഴ്ചയാണ്. ഇത്തവണയും അങ്ങനെ കുറ്റമറ്റ രീതിയിൽ തന്നെ ആകട്ടെ പൊങ്കാല എന്നാണ് നമുക്ക് ആശംസിക്കാനുള്ളത്.